ഡിസംബർ അവസാന വാരമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ മാവോയിസ്റ്റുകളെ പൂർണ്ണമായി ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞത്. അതിനുശേഷം 100-ലധികം വരുന്ന മാവോയിസ്റ്റുകളുടെ ഒരു മീറ്റിംഗ് നടക്കുകയും ആ വനമേഖലയാകെ വളഞ്ഞ സൈന്യം ഓപ്പറേഷൻ തുടരുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ 18 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 31 മാവോയിസ്റ്റുകളെ കൊന്നു കൊലവിളിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ തുടരുന്നു, വെടിവെപ്പ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ഇന്ദ്രപതി ദേശീയ പാർക്ക് മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഇപ്പോഴും വെടിവെപ്പ് തുടരുകയാണ്. ഇവിടെ അനവധി ഈ മാവോയിസ്റ്റ് ഭീകരർ ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ആഴ്ചകൾക്ക് മുമ്പ് സൈന്യം ഈ മേഖലകൾ വളഞ്ഞത്. ഇതിൻ്റെ വിഷ്വൽ അടക്കം ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത ചെയ്തിരുന്നതാണ്, അപ്ഡേഷൻ നൽകിയിരുന്നതാണ്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് തന്നെ 31 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 2 ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചതുകൂടി ഈ വാർത്തകളിൽ നിന്ന് വരുന്നു. കൂടുതൽ പേർ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഭീകരന്മാരുടെ എണ്ണത്തിൽ ജവാന്മാർ 2 പേർക്ക് വീരമൃത്യു വരിച്ച വിവരം രാവിലെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഭീകരരെ കൂട്ടത്തോടെ കൊന്നു കൊലവിളിച്ചുകൊണ്ട് മുന്നേറുന്ന സൈന്യത്തിൻ്റെ വാർത്തകൾ തന്നെയാണ്. 31 ഭീകരരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ മരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഓപ്പറേഷൻ തുടരുകയാണ്. വലിയ വാർത്ത. ഈ അടുത്ത കാലത്തൊന്നും മാവോയിസ്റ്റ് ഭീകരർക്ക് നേരെ ഇത്തരത്തിലൊരു വേട്ട നാം കേട്ടിരുന്നില്ല. ഇതിനു മുൻപ് നടന്നത് 2 ഘട്ടങ്ങളിലായി നടന്നത്. ഒരു തവണ 12 പേരെയും അടുത്ത തവണ 7 ഭീകരരെയും കാലപുരിക്ക് അയച്ചുകൊണ്ടായിരുന്നു സൈന്യം ഈ ഓപ്പറേഷൻ തന്നെ ആരംഭിച്ചത്. ഇതിൽ സൈന്യം തലയ്ക്ക് വിലകിട്ട, രാജ്യം വില പറഞ്ഞ ഭീകരർ അടക്കമുള്ളവരുണ്ട്. ആ വനമേഖല വളഞ്ഞുകൊണ്ടാണ് സൈന്യത്തിൻ്റെ ഒരു വലിയ നീക്കം നടക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.